ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ വന്ന വഴി ബാഗ് അവിടെ വെച്ച് വേഗം മുറ്റത്തിറങ്ങി ഈ പട്ട വെട്ടിയിടാണ് കേട്ടോ. വേറെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഉണങ്ങി, ഒരുവിധം ഉണങ്ങി കടിച്ചു എന്ന് പറയണോ. ഇനി വെട്ടിയാൽ മുറിയില്ലേ ഇനി ഉണങ്ങി കഴിഞ്ഞാൽ. അപ്പം 3-4 ഒന്ന് വെട്ടിയിടാന്ന് വെച്ചു. ഒറ്റയടിക്ക് ഒരു ദിവസം അങ്ങനെ ഫുള്ളായിട്ട് വെട്ടി കീറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യാണ്ടാവും കേട്ടോ. അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ 3-4 അല്ലെങ്കിൽ 1-2 അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ വെട്ടാറ് പതിവുള്ളൂ കേട്ടോ. ചേട്ടൻ വെട്ടിയതൊന്നും ശരിയാവില്ല. അറിയാണ്ടല്ല, എന്താ പറയുക, 2 പ്രാവശ്യം ചെയ്താൽ എല്ലാവരും പഠിക്കും. അറിയില്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല അല്ലേ. പക്ഷെ ആൾ പിന്നെ കാലത്ത് 7 മണിക്ക് പോയിട്ട് വൈകുന്നേരം 8:30 കഴിയുന്നുണ്ട് വരുമ്പോൾ. അപ്പോൾ പിന്നെ നിവൃത്തിയില്ല. അപ്പം ഞാനിതാ പട്ടയൊക്കെ വെട്ടി കുറച്ച് ഓലക്കൂടിയും വെട്ടിയെടുത്തു കേട്ടോ. ഓലക്കൂടി അധികം വെട്ടാനൊന്നും നിന്നില്ല. തീ കത്ത് പിടിപ്പിക്കാൻ മാത്രമുള്ള ഓലക്കൂടി. പിന്നെ വല്ല വെള്ളം ചൂടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓലക്കൂടി വേണ്ടേ. അങ്ങനെ കുറച്ച് മാത്രം 3-4 പട്ടയൊക്കെ വെട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടാത്തതായ കാരണം കുഴപ്പമില്ല. ഒക്കെ അപ്പുറത്തെപ്പുറത്തും പറമ്പിലാണ് കേട്ടോ. ചിലപ്പോൾ അവർ നമ്മുടെ പറമ്പിൽ വലിച്ചു കൊണ്ടുവന്നിടുന്ന കാണാം, അവരുടെ പറമ്പിലത്തെ. അപ്പം ഞാനിങ്ങനെ വെട്ടി ഇടും. അങ്ങനെ അതൊക്കെ വെട്ടി കഴിഞ്ഞ് പിന്നെ ഇതാ അകത്തേക്ക് കയറി. അപ്പോഴേക്കും നല്ല വെള്ളം ദാഹമായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ചെന്ന് നോക്കിയപ്പോൾ രാവിലത്തെ നമ്മുടെ കട്ടൻ ചായ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വേഗം എടുത്തൊരു ഗ്ലാസ് കുടിച്ചു. പിന്നെ കറികളൊക്കെ ഒന്ന് നോക്കിയപ്പോൾ രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇഡലിയും ചട്ടിനിയും പിന്നെ തക്കാളിയും എന്താ പറയുക സവോളയും കൂടിയുള്ള ചട്നിയില്ലേ, അതൊക്കെയാണ് ഇന്ന് കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ചോറും കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചോറുണ്ടായിരുന്നു. എനിക്ക് ചോറ് തന്നെയാണ് നിർബന്ധം കേട്ടോ. ഞാനപ്പോൾ ഇത്തിരി ആ ചോറും പിന്നെ ഒരു ചമ്മന്തി അരച്ച് കണ്ടിട്ട് കൊണ്ടുപോയുള്ളൂ. പിന്നെ പിള്ളേർക്കും അച്ഛനും മക്കൾക്കൊക്കെ പിന്നെ ഇഡ്ഡലിയോ കുഴപ്പമില്ല, പലഹാരം അങ്ങനെ കുഴപ്പമില്ല, അവരൊക്കെ അത് കൊണ്ടുപോയി. പിന്നെ ഞാൻ അലക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതും കല്ലുമ്മ അലക്കാനുള്ളതും തരം തിരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്ത വിശേഷം അമ്മ വന്നു കേട്ടോ. കൂട്ടുകാർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓണാകുമ്പോൾ വരുമോ. മറുപടി മിക്ക വീഡിയോസിനും ഞാൻ 2-3 ദിവസമായിട്ട് അധികം അങ്ങനെ മറുപടി തരാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അതിനൊന്നും മറുപടി തരാത്തത് കേട്ടോ. എന്താ പറയുക, കുറേ എഡിറ്റിംഗ് ഉണ്ടല്ലോ ഇപ്പോൾ. പിന്നെ ഈ പിടിച്ചു വെച്ച വീഡിയോത്തെ മുഴുവൻ എഡിറ്റ് ചെയ്ത് ഇട്ടില്ലെങ്കിൽ ഫോണിൽ സ്ഥലമില്ലാണ്ടായിട്ട് അത് എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യണതിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ കമൻറ്റ് ഇതിന് മറുപടി തരാൻ പറ്റാഞ്ഞ. നമ്മൾ പെട്ടെന്ന് മുകളിൽ ഓഫീസിലിരിക്കുമ്പോൾ ഒക്കെ വരുമ്പോൾ വായിക്കുന്നുണ്ട്. പക്ഷേ റിപ്ലൈ തരാൻ നമുക്ക് അപ്പോൾ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ പരമാവധി വേഗം തരാം. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട്. റിപ്ലൈ തന്നില്ല എന്ന് വിചാരിച്ചിട്ട് കമൻറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാർ. ഞാനത് പ്രതീക്ഷിക്കുക. എന്താ പറയുന്നത്, കൂട്ടുകാർ എന്നോട് സംസാരിക്കണ പോലെയാണ് ആ കമൻറ്റ്. എന്നോട് അഭിപ്രായം പറയണ പോലെയും ഒക്കെയാണ്. ഞാൻ നിങ്ങളെ മുന്നിൽ കണ്ടിട്ടാണ് ആ ഓരോ കമൻറ്റും വായിക്കുന്നത് കേട്ടോ. അതെനിക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇടാൻ പറ്റണവർ എന്തെങ്കിലും ഒരു വാക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. നമുക്കിപ്പോൾ ഫോൺ വിളിച്ച് സംസാരിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. കൂട്ടുകാർക്ക് എന്നെ കാണാൻ പറ്റും, പക്ഷേ എനിക്ക് കൂട്ടുകാരെ ആരെയും കാണാൻ പറ്റില്ലല്ലോ. ഈ കമൻറ്റിലൂടെ മാത്രമല്ലേ എനിക്ക് കൂട്ടുകാരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കമൻറ്റ് എഴുതാൻ മടിക്കരുത് കേട്ടോ. എന്തെങ്കിലും ഒരു കമൻറ്റ് അപ്പോൾ ആ പേരും കൂടെ ഞാൻ വായിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടുകാരിയുണ്ട്. 3-4 പ്രാവശ്യം ഒരു കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരാളെ മനസ്സിൽ തട്ടാണ്ടിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കമൻറ്റ് ഇടാനിങ്ങനെ എപ്പോഴും പറയണത്. അതിനിടയ്ക്ക് ഇതേ ചോറ് അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. രാവിലത്തെ ആ തക്കാളി ചട്നി ഒന്ന് ചൂടാക്കി നോക്കി, രക്ഷയുണ്ടായിരുന്നില്ല, അത് കേടായി. അപ്പോൾ അതും കളയേണ്ടി വന്നു. പിന്നെ ഞാൻ ഇഡ്ഡലി ഒരു തട്ട് കോരി അയച്ചു. അപ്പോഴേക്കും ശ്രീകുട്ടൻ ഇന്ന് വരില്ല എന്ന് പറഞ്ഞു. ശ്രീകുട്ടൻ ഇന്ന് സ്കൂളിലെ പരിപാടിയും അങ്ങനെയൊക്കെ പോയിക്കായിരുന്നു. അപ്പോൾ വരാനായിട്ട് വണ്ടി പറ്റണില്ല. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. പിന്നെ ഈ രാത്രി നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയാലും അതും സമാധാനക്കേടല്ലേ. ഇപ്പോൾ പിന്നെ ബൈക്കുമൊക്കെ പോരണമെങ്കിൽ ഹെൽമെറ്റ് ഒന്നും ഇല്ലെങ്കിൽ അതൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ശ്രീകുട്ടൻ്റെ കാര്യം പറഞ്ഞാൽ കുറേ വിശേഷങ്ങൾ അതും പിന്നെയും പറയാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റെസിപ്പിക്ക് പോരാം. ആ വിശേഷം പിന്നെ എപ്പോഴെങ്കിലും പറയാം കേട്ടോ. അത് ഇരുമ്പമ്പുളി ഒരു കൂട്ടുകാരി കൊണ്ടുവന്നിട്ട് ഞാൻ പകുതി ഒരു കറി വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പകുതി ഇരിക്കുകയാണ്. ഇനി ഇത് എടുത്ത് വെച്ച് ചിലപ്പോൾ അത് കേടായി പോകും. ഇരുമ്പമ്പുളി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എങ്ങനെ എന്ത് ചെയ്താലും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു ചെറിയൊരു അച്ചാറാക്കിയിടാം. എന്തായാലും നാശമാക്കി കളയണ്ടല്ലോ. എന്ത് സംഭവം ഫുഡ്, പ്രത്യേകിച്ചും ഫുഡ് കേടാക്കി കളയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. നമ്മുടെ നല്ല ഗുണ്ടുമണി ഇഡ്ഡലി നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 2 നാഴി പച്ചരിയും 1/2 നാഴി പുഴുക്കലരിയും 3/4 നാഴി ഉഴുന്നാണ് കേട്ടോ ഞാൻ എപ്പോഴും എടുക്കുക. ഒരു നേരം, അതായത് 5-8 മണിക്കൂർ വെള്ളത്തിലിടും. പിന്നെ അരച്ച് വെച്ചിട്ട് 5-8 മണിക്കൂർ പൊങ്ങാൻ വയ്ക്കും കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ താഴത്ത് കുറച്ച് നേരം ഇരുന്ന് വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഒന്ന് നമ്മുടെ കാലുകഴപ്പൊക്കെ മാറുമല്ലോ. അതിനിടയ്ക്ക് ആദ്യത്തിന് ഒരു ഫോം പൂരിപ്പിക്കാൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാട്ടിത്തരാൻ വന്നതാണ്. അപ്പോൾ ഇത് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ നല്ല എണ്ണയാണ് എപ്പോഴും ഉപയോഗിക്കുക. ചീനച്ചട്ടിയിൽ എണ്ണ വെച്ച് ആദ്യം തന്നെ
ഞാൻ കായം പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ കായം പൊടിക്കായ ഇല്ല കട്ടക്കായ ആണെന്നുണ്ടെങ്കിൽ നേരെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് അമർത്തിയിട്ടാൽ മതി. ഈ ഒരു കുഞ്ഞ് കഷ്ണം പോയി മിക്സിയിലടിച്ച് ആ മിക്സിയിൽ പറ്റി പിടിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ, അത് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതാ ബാക്കിയുള്ള എണ്ണയിലേക്ക് ഉലുവയും കടുകും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പച്ചമുളക് ഇട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ കുറച്ച് അച്ചാറിലേ ഉള്ളൂ, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രം, അധികം എരിവ് ആവശ്യമില്ല. എന്നുവെച്ചാൽ അച്ചാറൊക്കെ നന്നായിട്ട് കഴിക്കും, പ്രത്യേകിച്ച് ഇരുമ്പമ്പുളി അച്ചാർ കേട്ടോ. ഇപ്പോൾ ഇരുമ്പമ്പുളി ഇങ്ങനെ അരിഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അരിഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. വട്ടത്തിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ആ കായത്തിൻ്റെ മിക്സും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചാണ്. കടുക് കൂടുതലിടുക, ഉലുവ കുറവിടുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ വറുത്ത് പൊടിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ കുറേ നേരമായില്ലേ എല്ലാ വീഡിയോസിലും ഞാൻ പറയണ്ടെന്ന് വിചാരിക്കും, എന്നാലും വായിൽ വരും. അതിലേക്ക് അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊരു വെള്ളം ഒഴിച്ചു. എന്താ വെച്ചാൽ ഒന്ന് തിളയ്ക്കണം, ഇരുമ്പമ്പുളി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. 1-2 ദിവസത്തിനുള്ളിൽ ഇത് അവസാനിക്കും. അപ്പോൾ പിന്നെ പാകമാവണായിട്ട് മുന്നേ അവസാനിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളൊന്ന് വെയിലത്ത് വെച്ചിട്ട് വാട്ടിയിട്ട് ഒന്ന് ഉപ്പ് തിരുമ്മി വെയിലത്തൊരു 1-2 മണിക്കൂർ വെച്ചിട്ട് അച്ചാറിടാൻ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് രാത്രി പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ അതൊന്നും നിവർത്തിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇഡലി പാത്രത്തിൽ കാസറോളിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കണ്ടിട്ട് ഇനി സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലാണ്ട് ഇനി രാവിലെ ചട്നി ആയിരുന്നു. ഇന്നത്തെ ശബ്ദത്തിന് എൻ്റെ ഉഷാറ് കുറവ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്, കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം വെച്ചാൽ കാലത്ത് ചട്നിയും തക്കാളി ചട്നിയും ഒക്കെ അരച്ചതല്ലേ. അപ്പോൾ ചേട്ടൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്കും കൂടി ആയില്ലോ. എന്തായാലും ഈ ഇഡ്ഡലി മാവ് ബാക്കി വരുന്നത് നാളെ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ നാളേക്കും സാമ്പാർ വേണം. അപ്പോൾ ഇത്തിരി കൂടുതൽ സാമ്പാർ അങ്ങോട്ട് വെച്ചാൽ ഇന്നത്തെ കാര്യം കഴിയും, നാളത്തെ കാര്യം കഴിയുമല്ലോ. അങ്ങനെയാണ് സാമ്പാർ വയ്ക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ കുറച്ചധികം തന്നെ പരിപ്പും മത്തങ്ങയും എടുത്തിട്ടുണ്ട്. പരിപ്പിൻ്റെ കൂടെ എപ്പോഴും മത്തങ്ങ വേവിക്കണം കേട്ടോ. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു പീസ് കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിയാണെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ച് 2-3 വിസിലടിച്ച് അതവിടെ ഓഫ് ചെയ്ത് കിടന്നാൽ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ആ ഒരു നേരം ആകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അവിടെ ഉള്ളത് ഒന്ന് ഒതുക്കി വയ്ക്കാൻ വെച്ചാൽ ഒക്കെ പരന്ന് ഇങ്ങനെ കിടക്കുകയാണ്, ഓരോന്നിനും എടുത്തെടുത്ത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് എല്ലാതും അതിൻ്റേതായ സ്ഥാനത്തേക്ക് ഒന്ന് കൊണ്ടുവയ്ക്കുകയാണ്. അതോടുകൂടി പിന്നെ നമുക്കിനി കഷ്ണങ്ങളും കൂടിയും അരിയാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. അത്രയും നേരമായില്ല വന്നിട്ട് അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം ഞാനൊരു ഇത്തിരി ചോറ് എടുത്തു. പിന്നെ മെയിനായിട്ട് അതല്ല പ്രശ്നം, ഇരുമ്പുളി അച്ചാർ കണ്ടപ്പോൾ അതൊരു കൊതി. അപ്പോൾ പിന്നെ അതൊരു ടീസ്പൂൺ എടുത്ത് കണ്ടിട്ട് ഞാൻ ഇത്തിരി ചോറ് എടുത്തുകൊണ്ടു. അപ്പോൾ ആദ്യത്തിനും ഓടി വന്നു, ചേട്ടനും ഒരു 2 ഇഡ്ഡലിയൊക്കെ എടുത്ത് കഴിച്ചു, ഉള്ള ചട്നിയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ സാമ്പാറിൽ അധികം കഷ്ണങ്ങളില്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ പയറിൽ നിന്ന് 2-3 പയറും കൂടി പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. സാമ്പാറിൽ അവിലൊക്കെ ഇടാനുള്ള പയർ എന്തായാലും നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ മത്തങ്ങേര കുരുവൊക്കെ അവിടെ തന്നെ കൊണ്ടുവിട്ടു. ഇനി അവരുടെ പറമ്പിലേക്ക് പടർത്താലോ. പുല്ല് മുളയ്ക്കുന്നുണ്ട്, അതെന്തായാലും ഓണൊക്കെ ആയിട്ട് അരിഞ്ഞ് കളയണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ചെയ്യണം, എന്തായാലും ഇങ്ങോട്ട് പടർത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും കഷ്ണങ്ങളുള്ള കുമ്പളങ്ങിയും വെണ്ടക്കായും ഒന്നുമില്ല, തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, സവോള ഇങ്ങനെ ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വെച്ചു. പിന്നെ മുരിങ്ങക്കായ ഒരെണ്ണം ഉണങ്ങിയതാണ്, പക്ഷേ എന്നാലും അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് മുറിച്ചതിലേക്ക് ഇട്ടു കേട്ടോ. മുരിങ്ങക്കായയുടെ സ്മെല്ലുണ്ടെങ്കിലാണ് സാമ്പാറിന് ടേസ്റ്റ് ഉള്ളതെന്ന് എനിക്ക് തോന്നും. എനിക്ക് മുരിങ്ങക്കായ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണത്തിന് മുരിങ്ങയുടെ ആ മരം വെട്ടി പിന്നെ ഇതുവരെയും വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട് ഒരെണ്ണം. പക്ഷേ വലിയ മുരിങ്ങക്കായൊന്നും ഉണ്ടാവണില്ല. പണ്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ നിറയെ മുരിങ്ങ പടർന്ന് പന്തലിച്ച് അത്രയും നാട്ടുകാർ മുഴുവൻ പൊട്ടിക്കുക, അത്രയ്ക്ക് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ കല്യാണത്തിന് അത് വെട്ടിക്കളഞ്ഞു. എല്ലാ കഷ്ണങ്ങളും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതേ കോൽപ്പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്, ഉപ്പും പിന്നെ ഇത്തിരി സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. ഞാൻ ആ പുളിയുടെ വെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒറ്റ വിസിലടിച്ച് അപ്പം തന്നെ തുറക്കണം കേട്ടോ. ഈ കഷ്ണങ്ങൾ ഒന്നും അധികം വേവുള്ള കഷ്ണങ്ങളല്ല, നമ്മൾ ചേനയോ അല്ലെങ്കിൽ കായോ അങ്ങനത്തെ ഒന്നും വേവുള്ള കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ. അത് കാരണം ഒരു അടിയടിച്ച് അപ്പം തന്നെ തുറക്കണം. അപ്പോൾ ഇതൊക്കെ വേവണ നേരം കൊണ്ട് വേഗം തന്നെ അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചു. ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചോറ് ബാക്കിയുണ്ട്, അത് ഞാൻ ഒരു പാത്രത്തിലാക്കി വെച്ചു. നമ്മുടെ കണ്ടപ്പനും കൂട്ടുകാർക്കും കൊടുക്കണ്ടേ. ഇന്ന് കണ്ടപ്പൻ ആദ്യം
ഞാൻ ചോറ് കൊടുക്കുമ്പോൾ ഭയങ്കര മൈൻഡ് ചെയ്യാണ്ടൊക്കെ പോയി കേട്ടോ. പിന്നെ വന്നിങ്ങോട്ട് കരഞ്ഞ് വീണ്ടും ചോറ് മേടിച്ചുകൊണ്ട് മീനില്ലാണ്ട് പിണങ്ങി പോയതാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീൻ കിട്ടണില്ല കേട്ടോ. മീൻ വില കുറവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ വാങ്ങിക്കാനായിട്ട് ഞാൻ വന്നിറങ്ങുമ്പോഴൊന്നും മീൻ കിട്ടണില്ല. അത് കാരണം മീൻ ഇത്തിരി ബുദ്ധിമുട്ടാവും, പിണക്കത്തിലാണ്. എന്നാൽ നമ്മുടെ മല്ലിയില കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ച് അവിടെ വയ്ക്കും. അപ്പം അതിൻ്റെ കടഭാഗം ഞാൻ അങ്ങനെ എടുത്ത് കളയില്ല കേട്ടോ. നമ്മൾ ചിക്കനിൽ ഗ്രീൻ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ്. ഇലയുടെ ഭാഗം തന്നെ ചേർക്കണം എന്നൊന്നുമില്ല, തണ്ടുണ്ടായാലും മതി. അത് ഇനിതാ ആദ്യം തന്നെ ആ ഇഡലിയുടെ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് മാറ്റി വെച്ചു. ബുദ്ധിമുട്ടുള്ള പാത്രങ്ങൾ ആദ്യം ഇങ്ങോട്ട് കഴുകി വയ്ക്കും കേട്ടോ. അതുപോലെ വലുപ്പമുള്ള പാത്രങ്ങളും ഒക്കെ ആദ്യം കഴുകി ഞാൻ മാറ്റി വയ്ക്കും. അങ്ങനെ ആ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ മോട്ടർ വിട്ട് നോക്കിയപ്പോൾ മോട്ടർ വെള്ളം എടുക്കണില്ല. അപ്പോൾ വീണ്ടും പണിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മോട്ടർ കേടാവുണ്ട്. അതിന് ഫുഡ് വാൽവ് കേടായിട്ടാ എന്തിനാണെന്ന് അറിയില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യമായി. അത് ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ കേടാവുള്ളൂ. എന്നിട്ട് പിന്നെ ഇവിടെ മൂത്തച്ചേട്ടൻ മോട്ടറിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ വന്ന് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നാലും എന്നും വിളിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ല. അപ്പോൾ എന്തായാലും ഫുഡ് വാൽവ് മാറ്റി നോക്കണം, എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മുടെ മോട്ടറിൻ്റെ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഒന്നും തുടച്ച് ആ സാമ്പാറൊന്നും റെഡിയൊക്കെ വേണ്ട. അപ്പോൾ നാളെയും കറി വെക്കണ്ടല്ലോ. നാളെ ഞാൻ കൂട്ടുകറിയുടെ റെസിപ്പി നാളെ എടുക്കും കേട്ടോ. അപ്പോൾ മറ്റന്നാൾ അത് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അത് ആ പരിപ്പ് വെന്തിട്ടുണ്ട്, തുറന്നു. അതിൽ ഒട്ടും വെള്ളമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. പരിപ്പും മത്തങ്ങയും നന്നായിട്ട് ഉടച്ചെടുക്കണം. പരിപ്പ് കുറവും മത്തങ്ങ കൂടുതലിടുന്ന സാമ്പാറാണ് എനിക്ക് കൂടുതലിഷ്ടം. അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച കഷ്ണങ്ങളും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. എത്ര ലൂസ് വേണോ അതിനനുസരിച്ച്. സാമ്പാർ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ടാവണം എന്ന് മാത്രമല്ലേ. അതിലേക്ക് ആ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോഴേക്കും ഞാൻ ഈ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് ഒന്ന് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ കഴിയുമല്ലോ. ആ വേസ്റ്റും ഇതാ അപ്പുറത്ത് കൊണ്ട് കളയാണ്. വേസ്റ്റ് കൊണ്ട് കളഞ്ഞ് വേഗം ആ പാത്രം കൂടിയും കഴുകി വെച്ചാൽ ആ പണിയും കൂടിയും കഴിഞ്ഞല്ലോ. സാമ്പാർ തിളച്ച് വരുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ വേഗം ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് ഒഴിക്കാൻ നോക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ തിളച്ച് വരുന്നതൊക്കെ നോക്കി നിൽക്കാനായിട്ട് സമയമില്ല. ഏകദേശം 9:45 9:45 ആയി കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വല്ലാണ്ട് നോക്കി നിൽക്കാൻ സമയമില്ല. അത് കാരണം കൊണ്ട് ഞാൻ വേഗം അത് കാച്ചി വെച്ചു. അതോടുകൂടി തന്നെ അത് വന്ന് അത് ഓഫ് ചെയ്തു കേട്ടോ. അടിപൊളി സാമ്പാറായിരുന്നു. ആദിത്യൻ അങ്ങനെ സാമ്പാർ നല്ലത് പറയാറില്ല, ഇന്ന് സൂപ്പറായിട്ടുണ്ട് അമ്മയെന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എല്ലാ ദിവസവും 2 മണിക്കും 4 മണിക്കും ഓരോ ഷോർട്ട് വീഡിയോ ഇടും കേട്ടോ. നമ്മുടെ വീഡിയോ ഈ വലിയ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ തന്നെയായിരിക്കും. അത് ഷോർട്ടായിട്ട് 2 മണിക്കും 4 മണിക്കും എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ.